ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്ത തരമായ സ്ഥലങ്ങൾ തേടി നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണ്? മീൻകുളം അമ്പലത്തിലേക്കും മാതമംഗലം അമ്പലത്തിലേക്കും. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാ ചേച്ചി? തീർത്ഥയാത്ര. ഞങ്ങളൊരു ഭക്തിയ നിർഭയമായ ബ്ലോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മള് മീൻകുളം അമ്പലത്തിലും മാതമംഗലം അമ്പലത്തിലും എന്താണ് ഇന്ന് ഉത്സവമാണ്. അവിടെ അതാണ് നമ്മുടെ യൂട്യൂബ് ബ്ലോഗിന്റെ ഹൈലൈറ്റ് തന്നെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവം പെരുന്നാളും ഉറൂസും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് മീൻകുളം അമ്പലത്തിൽ പോയിട്ട് നമുക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഇതിന്റെ സ്ഥലം എവിടാ? ഇത് ഇപ്പോൾ കുപ്പോള് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഇടവഴിക്കാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഒരു ഫാക്ടറി ഉണ്ട്, ടൈൽസിന്റെ തോന്നുന്നു, നമുക്കറിയില്ല. അതിന്റെ ഇടയ്ക്കൊരു എന്താ റെസ്റ്റോറന്റ് അല്ലേ? സാധനം കൊള്ളാം. ഞാൻ ബിരിയാണിയും ബിരിയാണി നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന രണ്ട് അമ്പലങ്ങൾ നമ്മൾ അകത്തുള്ളൂ. അത് വേറെ കാര്യം. നമ്മൾ പുറത്തുനിന്ന് കാണുള്ളൂ. അതെ, അങ്ങനെയുള്ളൂ. നമ്മള് അപ്പം വിശേഷങ്ങളൊക്കെ ആണ്. അതുവരെ എടുത്തിട്ട് വന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഇതേ സ്ഥലമാണോ? കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് മീൻകുളം. ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്, കാരണം അവിടെ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പാച്ചൻ സാർ ക്യാമറ പിടിക്കൂ. ശരി ആയിട്ടെ. നമ്മൾ നേരെ അമ്പലത്തിന് മുമ്പാകുന്നുണ്ടോ? ഇവിടെ പ്രദക്ഷിണം കാരണം വണ്ടിയുടെ കുറച്ച് നേരം ഇതായിട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ബ്രോ ഹായ് 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 വിട്ടോ. ഹായ് വിട്ടേ. അടുത്ത നമ്മള് മാതമംഗലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു ബ്ലോക്ക് പെട്ടെന്ന് വന്നത്. നല്ല ചേർച്ച. ഇതാണ് അതിന്റെ ഒരു അമ്പലത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. സോറി, ഞങ്ങളവിടെ ഗാനമേള കാണാനാണ് വന്നിരിക്കുന്നത്. എന്താ പറയണോ അതിനെ കുറിച്ച്? നല്ല ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ മാതമംഗലം ശശി ഒരു പാട്ടുകാരനായതുകൊണ്ടും നമുക്കതിന് കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും ഗാനമേള കേൾക്കാം. എടുക്കാം. ഞാൻ നിങ്ങളെ ആ വിഷ്വൽസ് കാണിച്ചടാ.
നമ്മളിപ്പോൾ ഗാനമേളയ്ക്ക് മൂച്ചിലോട്ടെത്തി. ഗാനമേളയ്ക്ക് നമ്മൾ കുറച്ച് അവസാനം എത്തിപ്പോയിട്ടാണ് നമുക്ക് ഫുള്ള് മുഴുവൻ കാണാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് കൃത്യനിഷ്ഠ ഇല്ല, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ചെന്നു 2 പാട്ട് കഴിഞ്ഞപ്പോൾ ഗാനമേള കഴിഞ്ഞല്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ അമ്പലത്തിൽ എന്താ പരിപാടിക്ക് കേട്ടോ. ഇതെന്താ പരിപാടി? അന്നദാനം നടക്കുന്ന സ്ഥലമാണോ? ഇപ്പൊ അന്നദാനം കൊടുക്കുന്നുണ്ട്. നമുക്ക് സക്സസ്ഫുള്ളി വേസ്റ്റഡ് കുറച്ച് പൈസ ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു. ബട്ട് കുഴപ്പമില്ലല്ലേ, ഒരു ദിവസമല്ലേ. ഇത്ര നാൾ അന്നദാനം ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെയുള്ള അമ്പലത്തിലൊരു പരിപാടിക്ക് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒന്നെങ്കിൽ തെയ്യം അല്ലെങ്കിൽ വേറെ എന്തോ പരിപാടി, അതാണ് നടക്കുന്നത്. ഇതാണ് അമ്പലം. ഓക്കെ ഓക്കെ, ഇത് ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഓക്കെ, അതുവരെ ഹലോ മച്ചാമാരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു, പക്ഷെ നമ്മള് പൈസയില്ല, വഴി അറിയത്തില്ല. അങ്ങനെ നമ്മള് ഇനി നമുക്ക് അമ്പലത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ജെയിന്റ് വീല് കയറാൻ വേണ്ടിട്ട് പൈസ ഇല്ല, പക്ഷെ നമ്മള് കേറുവാൻ അറിയില്ല, പൈസ ഇല്ലാത്തോണ്ട് പൈസ നമുക്കൊരു വിഷയമല്ല. ഇപ്പൊ ആരോട് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് പൈസ കിട്ടും. അത്രേ ഉള്ളൂ. അവര് ഇവിടെ ജയന്റിലുണ്ട്, കാണിച്ചാ കേട്ടോ. അവിടെയൊക്കെ ഇതാണ് ജയന്റ്. ജയന്റിൽ കയറാണ്. എനിക്ക് പേടി കണ്ടോ, ഞാൻ കയറുന്നില്ല. ശശി കയറുന്നുണ്ടോ? ഞാൻ കേറുന്നില്ല. നീ കയറുന്നുണ്ടോ? പൈസ ഉണ്ടെ കയറും. എന്റെ പൈസ ഇല്ല. സൂപ്പർ. പുറത്ത് നിന്ന് കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്.